ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊച്ചു വ്ളോഗാണ്. 2 മാസത്തിന് ശേഷം അമ്മ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നല്ല ടേസ്റ്റുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച മീൻകറിയുടെ റെസിപ്പിയും ഒരു മീൻ പീരയുടെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ അമ്മ നാട്ടിലേക്ക് പോവാണ്. അമ്മ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരം ഒന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. അമ്മ ഭയങ്കര ശിവഭക്തയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. ഇവിടെ സൈത്തേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം അമ്മയെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പോഴമ്മ പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എനിക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ പലപ്പോഴും ഈ അമ്പലത്തിൽ വരുന്ന സമയത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷമുള്ളൊരു ദിവസമായിരിക്കും ഞങ്ങൾ വരിക. ഇന്നിപ്പോൾ ഇവിടെ ചുറ്റുവിളക്ക് ഒക്കെ കത്തിച്ചിട്ടുണ്ട്, നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തിരുവനന്തപുരത്ത് ഒരു വലിയൊരു ശിവക്ഷേത്രമാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ കുറേ സമയം നിന്ന് പ്രാർത്ഥിച്ചു, പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. എന്നിട്ടൊക്കെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാണ്. ഇപ്പോൾ സന്ധ്യയായി സമയം. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ സാധാരണ ഞങ്ങളിപ്പോൾ എപ്പോഴും വരുന്ന സമയത്ത് വെജ് കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഈസ്റ്റ് ഫോർട്ടുള്ള അന്നപൂർണ്ണയിലാണ് വരാറ്. അപ്പോൾ ഇവിടെ വന്നതാണ്. ഞാനും സൈത്തേട്ടും പട്ടൂര് വാങ്ങിച്ചു. അമ്മക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു പോവാണ്. അപ്പോൾ ഇത് നേരെ കാണുന്നത് പഴവങ്ങാടി അമ്പലമാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് അല്ലാത്തവർക്ക് അറിയില്ലായിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നാളെ കുറേ പരിപാടിയുണ്ട്, അമ്മയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ചിക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കു പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. ഇപ്പോൾ ഉച്ചക്കത്തേക്ക് ഇനി ഒരു മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീൻകറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച മീൻകറിയില്ലേ, അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അതിലേക്കൊരു 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. കടുക് ചേർക്കുന്നില്ല കേട്ടോ അതിൽ. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 10-12 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അത് നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഇട്ടാലാണ് കേട്ടോ ടേസ്റ്റ്. സവാളയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചുവന്നുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ഈ ഒരു രീതിയിൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിലേക്കൊരു 5-8 വെളുത്തുള്ളി, അതും നീളത്തിൽ മുറിച്ചതാണ്, അതും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, അത് ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് ഒരു ബ്രൗൺ കളറായി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് മുറിച്ചതാണ്. ഒരു വലിയൊരു തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ആ സമയത്ത് നമുക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 3 കഷ്ണം, ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കണ്ടല്ലോ. എണ്ണ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ തക്കാളി ഇട്ട് വഴറ്റുന്ന സമയത്ത് എണ്ണ ആദ്യം കാണില്ലല്ലോ. അത് കഴിഞ്ഞ് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പം എണ്ണ ഇങ്ങനെ തെറിക്കാനായിട്ട് തുടങ്ങും. അത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അത്രയും ആയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതാകുമ്പോൾ പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. കുറച്ച് നല്ലപോലെ തേങ്ങാപ്പാൽ വേണം. 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്ത് വെച്ച 1-ാം പാലിൻ്റെ പകുതി, ഒരു 1/4 കപ്പൊക്കെ 1-ാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ സാധാരണ ആദ്യം 2-ാം പാലല്ലേ ഒഴിക്കുക, പക്ഷേ ഇത് 1-ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. ആ 1-ാം പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് അത് എണ്ണ തെളിഞ്ഞ് വരണം. അത് ഇപ്പോൾ അതാ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു കറിക്ക്. റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാലും 3-ാം പാലും നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തേങ്ങാപ്പാൽ വേണം കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചില്ലേ, അതും ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം.
ഇതിപ്പം ചെമ്പല്ലി മീനാണ് കേട്ടോ. അപ്പോൾ വലിയ വലിയ കഷ്ണം മീനുകളില്ലേ, നെയ്മീൻ, അയക്കൂറ, ആഗോലി, അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഇങ്ങനത്തെ കറി വെക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അയലയും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. എല്ലാ മീനുകളും ടേസ്റ്റൊക്കെ തന്നെയാണ്. ചൂര വേണ്ട. ചൂരക്കറി എന്ന് പറയുന്നത് അത് വേറെ തന്നെ രീതിയിൽ ഉണ്ടാക്കണം, എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. അധികം തവിയിട്ടൊന്നും ഇളക്കുകയൊന്നും വേണ്ട, മീൻ പൊടിഞ്ഞു പോകും. ഇനി അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കണമെന്നുണ്ടെങ്കിൽ പാത്രം എടുത്തൊന്ന് ചുറ്റിച്ചാൽ മതി. നമുക്ക് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മീൻ വെന്തിട്ടുണ്ടാവും കേട്ടോ. അധിക സമയമൊന്നും വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറക്കുന്ന സമയത്ത് തേങ്ങ ചെറുതായിട്ട് പിരിഞ്ഞതുപോലെയൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് വെച്ച് തുറന്ന് വെച്ച് തിളപ്പിച്ച് ഒന്നാം പാലൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. കുറച്ച് രണ്ടാം പാല് ബാക്കി വെച്ചിരുന്നു, അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് തിളച്ചിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയത്ത് കുറച്ചൊരു വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് നല്ല കുറുകിയിരിക്കുന്ന മീൻകറിയല്ലേ വേണ്ടത്. അപ്പോൾ ഇച്ചിരി സമയം ഇരുന്നൊന്ന് തിളച്ചൊന്ന് വറ്റട്ടെ. അപ്പോൾ അത് ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല കട്ടിക്കുള്ള ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. തവിയിട്ടൊന്നും ഇളക്കണ്ട, ഇനി മീൻ പൊടിഞ്ഞു പോകും. ഇനി ആ ഒന്നാം പാൽ ഇരുന്നിട്ട് മൊത്തത്തിലൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം. വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കിയിട്ട് അടച്ചു വെച്ചു. കുറച്ച് നെത്തൽ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മീൻ പീര അങ്ങ് ആക്കി വെക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എത്രയാണോ നമുക്ക് പീര വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ ഇടാം കേട്ടോ. തേങ്ങയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ച് പീര മതിയെങ്കിൽ കുറച്ച് തേങ്ങ ഇടാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 പിടിയൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ വെച്ച് മതിയാകും. അതൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെത്തലായതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ട് വേവിക്കരുത്, ഏറ്റവും അവസാനം ഇട്ടാൽ മതി. അല്ലെങ്കിൽ നെത്തൽ എല്ലാം മീനും കഷ്ണവും ഒക്കെ വേറെ വേറെ ആയിപ്പോവും. അതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി, അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളിയും കൂടെ മുറിച്ചതിട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല ഇതിന്. കാരണം എന്ന് വെച്ചാൽ അധികം പുളി അങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. കാരണം വെള്ളം ഒഴിച്ചിട്ടല്ലല്ലോ വേവിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ട് ഞരടി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു ശകലം മാത്രം വെള്ളം കയ്യിൽ കുറച്ച് ഒഴിച്ച് ആ കയ്യിലുള്ള മീൻ പീരയും കൂടെ കഴുകി അങ്ങ് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചാൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, അത് മതി. അധികം വെള്ളമായി പോകരുത്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ ചിലപ്പോൾ സമയമില്ലാത്തപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതക്കുന്നതിലങ്ങ് ഇട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അധിക സമയം വേവേണ്ടി വരില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുമ്പോഴാണ്. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ വെന്തോളും. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മത്തിയൊക്കെ ആണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യാറ്. അതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ആ മീനിൻ്റെ കളറ് മാറി വെള്ള കളറായിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്നങ്ങ് ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് മതി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ചിലപ്പം വന്നിട്ടുണ്ടാവും, നമ്മൾ മീനിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് വെള്ളം അങ്ങ് വറ്റിക്കോളും. പിന്നെ ചട്ടിയിലല്ലേ, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വറ്റി പോവുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. മീൻ പീര റെഡി ആയിട്ടുണ്ട്. മീൻ കറിയുണ്ട്. കോവയ്ക്കാത്തോരൻ ആസ് യൂഷ്വൽ, കോവയ്ക്കാത്തോരൻ എന്തായാലും ഉണ്ട്, അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. കഴിക്കാനാകുമ്പോഴത്തേക്കും നല്ല കുറുകിയിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും. അപ്പം കഴിക്കാൻ സമയമായിട്ടുണ്ട്. അമ്മ കൊടുക്കാൻ പോവാണ്. മീൻകറി പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കുകയാണ്. ഈ ഒരു മീൻകറി ചോറിന് മാത്രമല്ല, പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ടിനും എന്ത് പറയേണ്ട, എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ദോശയ്ക്ക് വരെ കൂട്ടാം. ഇതിപ്പോൾ കുറേ ഉണ്ട് കറി ബാക്കിയായിരിക്കും. ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ രാത്രി വന്നിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാ പാക്കിങ്ങും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സന്ധ്യയായി. ഞങ്ങൾക്ക് 8:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ എല്ലാം ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങുകയാണ്.
അമ്മയും ഡ്രസ്സൊക്കെ മാറ്റി. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പകുതി മനസ്സാണ്, പോണോ പോണ്ടയോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. 50-50 നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ പോണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അമ്മയാണെങ്കിൽ അമ്മയുടെ ക്ലിനിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് പോകാതിരിക്കാനും പറ്റില്ല എന്നുള്ള വലിയ പേഷ്യൻസ് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടേയിരിക്കും, എന്നാ വരുന്നത് ചോദിച്ച്. അതുകൊണ്ട് പിന്നെ അമ്മ വേഗം പോകാമെന്ന് തീരുമാനിച്ചതാണ്. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാൻ പോവാണ്. ഇപ്പോൾ രാവിലെയായി, ഞങ്ങൾ കോഴിക്കോട് എത്തി. ട്രെയിനിൽ വലിയ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല, നല്ല ബഹളമൊക്കെ ആയിരുന്നു. രാത്രി ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര്. അങ്ങനെ ഒട്ടും ഉറക്കമൊന്നും ശരിയായില്ല. എന്നാലും കുഴപ്പമില്ല, തിരിച്ചു പോകുമ്പോൾ കിടന്നുറങ്ങാം. അന്ന് തന്നെ തിരിച്ചു പോകണം. ഉച്ചക്കത്തെ ജനശതാബ്ദിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോവാണ്. രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. പക്ഷേ കടകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. കോഴിക്കോട് ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. കോഴിക്കോട് അതെല്ലാ സ്ഥലവും അങ്ങനെ ആയിരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ നാടെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയല്ലേ, ഒരു പ്രത്യേക ഒരു ഇഷ്ടവും നൊസ്റ്റാൾജിയൊക്കെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. മീൻറ്റൻ്റെ മലബാറിൻ്റെ സിൽവർ ലീൻറ്റൺ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അമ്മ 14th ഫ്ലോറിലാണ് താമസിക്കുന്നത്, ഏറ്റവും ടോപ്പിലാണ്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്, നല്ല വ്യൂ ആണ് പുറത്തേക്ക്. ഇപ്പോൾ ഇവിടെ ബാൽക്കണിയിലൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് അനിയൻ ഉണ്ടാക്കി വെച്ചൊരു കുളമാണ്. അമ്മയുടെ ചെടികളൊക്കെ അങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ല കേട്ടോ താമസിക്കുന്ന, അമ്മ അനിയൻ്റെ വൈഫും മോളും കൂടെ ഉണ്ട്. അപ്പോൾ അവർ മൂക്ക് ഡാൻസിന് പോകാനൊക്കെ ഉള്ള തിരക്കിലാണ്. അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ സൈത്തേട്ട നാളെ ഓഫീസിൽ പോകാനുള്ളതാണ്. അപ്പോൾ ഉച്ചക്കത്തെ ജനശതാബ്ദിക്ക് തന്നെ ഞങ്ങൾ പോവാണ്. ശരിക്കും അമ്മയ്ക്കും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. കാരണം കുറേ കാലം കൂടിയിട്ടാണ് ഇതുപോലെ അമ്മ എൻ്റെ കൂടെ 2 മാസത്തോളം സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ടൊക്കെ എന്ന് പറയുമ്പം അമ്മ എപ്പോഴും തിരക്കായിരിക്കും, പേഷ്യൻസും കാര്യങ്ങളൊക്കെ. ഞാൻ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനെ തന്നെ വെറുത്തു പോയത് അങ്ങനെയാണ്. പക്ഷെ നമുക്കറിയില്ലല്ലോ അവർ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് നമ്മുടെ അമ്മയെ നമ്മുടെ കൂടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം അന്നും എപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക്. അമ്മ ഇപ്പം ശരിക്കും ഇപ്പോൾ കൂടെ വന്ന് 2 മാസം കൂടെ നിന്നപ്പോഴാണ് ശരിക്കും പ്രായമായവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രായമായവർ അനുഭവിക്കുന്നത്. അത് നമ്മൾ കൂടെ നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. പ്രായമായവരെ പരിചരിക്കുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അമ്മയോട് ഞങ്ങൾ കുറേ പറഞ്ഞതാണ് പോകണ്ടെന്ന്. പക്ഷേ അമ്മയുടെ ഇഷ്ടം എന്ന് പറയുന്നത് പിന്നെ ക്ലിനിക്കിൽ പോവുക, പേഷ്യൻസിനെ നോക്കുക, അവരോട് സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും തോന്നി ശരി തന്നെ ആയിരിക്കാം അത്. കാരണം പ്രായമായാലും നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങ് കുറയും. അപ്പം ഇപ്പോൾ ജോലി തന്നെയെന്നല്ല, നമ്മുടെ പാഷൻ എന്താണോ, നമുക്ക് എന്താണോ ഇഷ്ടം, ഇപ്പോൾ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ എന്താണ്. ഇപ്പം ഞാനൊക്കെ ചിലപ്പോൾ ആ സമയമാകുമ്പോൾ കുക്കിംഗ് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തിലെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രായമായവരുടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട് അമ്മ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് ഓർത്തിട്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് എല്ലാ പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.